എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയാണെന്ന് മറന്നു. അയ്യോ, അച്ഛനെന്നെ മറന്ന. അങ്ങനെയാണെങ്കിൽ അച്ഛൻ മറവിക്കുള്ള മരുന്ന് കഴിക്കണം. ഓർക്കുന്നില്ലേ അച്ഛനെ അന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയത്? ഇപ്പൊ ഓർക്കുന്നു. അന്ന് അച്ഛനെ യാത്രയാക്കിയിട്ട് അച്ഛൻ എന്നെ എന്നും ഓർമ്മിക്കാൻ വേണ്ടി അച്ഛൻ തന്നൊരു കാർഡ് വാങ്ങി ഇങ്ങേരടാ അയ്യോ ഈ കൊച്ചച്ഛന്റെ കയ്യിൽ നിന്ന് 750 രൂപയും വാങ്ങി. കൊച്ചച്ഛനത് മറന്നോ? ഞാനതങ്ങ് മറന്നിരിക്കുകയായിരുന്നു. ഓർമ്മിപ്പിച്ചത് നന്നായി. ഹലോ, അല്ല മോസ്റ്റ് സാമുവല്, അത് കഴിഞ്ഞ് നമ്മൾ എവിടെയോ വെച്ച് കണ്ടല്ലോ. ഓ, കണ്ടായിരുന്നോ? ശരിയായിരുന്നല്ലോ. പക്ഷേ ഇവിടെ വെച്ചാണെന്നൊരോ റോഡരികിൽ വെച്ചേ. ടെസി, നമ്മൾ ഈ അച്ഛനെ റോട്ടിൽ വെച്ച് കണ്ടത് നീ ഓർക്കുന്നില്ലേ? പറ്റിച്ചല്ലേ? അതെങ്ങനെയായിരുന്നു കുഞ്ഞാടെ, മറന്നുപോയല്ലോ. എന്റെ അപ്പന് ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ലല്ലോ. നിർത്ത്, ഇത്രയല്ലേ ആയുള്ളൂ. അതിനു മുമ്പേ ആനത്തലയോളം കള്ളം വെച്ച് കിടക്കുക. ബൈക്ക് ഓടിക്കാൻ അറിയില്ല, പിന്നെ ഇതെന്തുവാ? സൈക്കിള്. ചേടാ, ഇവള് കൊള്ളാലോ. ഞങ്ങളൊക്കെ കടത്തി വെട്ട് കുഞ്ഞു പ്രാണ്ടി. അച്ചോ, ഇവളെ പോലീസിൽ പിടിപ്പിക്കണം. അവിടുന്ന് കുട്ടികൾക്കുള്ള ദുർഗുണ പാഠശാലയിലേക്ക് ശിശുക്ഷേമ സമിതിയിൽ ഇയാൾക്കെതിരായിട്ടാ പരാതി കൊടുക്കേണ്ടത്, കുഞ്ഞുങ്ങളെ ഇങ്ങനെ വളർത്തുന്നതിന്. ഒന്നുകൂടി പറഞ്ഞ ഇത് എന്തുവാ സാധനം? എന്തോന്നിലേക്ക് ഇരിക്കുന്നേ? എന്തോന്നാ പിന്നെ ഓടിച്ചോണ്ട് വന്നത്? ചുമ്മാ എല്ലാരും കൂടി കൊച്ചിനെ പേടിപ്പിക്കരുത്. ഒരു കൊച്ചു കുഞ്ഞിനോടാണ് ഇങ്ങനെ ഒരു പരാക്രമം? ഈ മോളെ ക്രൈഡോണ്ട് കരയില്ലേ? അച്ഛോ, ഇവരെന്ത് വേണേലും പറഞ്ഞോട്ടെ. ഇവരെ കണ്ടാൽ അറിഞ്ഞൂടെ നല്ല വൃത്തിയിട്ടമാരാണ്. പക്ഷെ നല്ല കാര്യങ്ങൾ പറഞ്ഞും പഠിപ്പിച്ചു കൊടുക്കട്ടെ. നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശ. അച്ഛനിപ്പോ എന്താ വേണ്ടത്? കാശ പിടിക്ക കൊച്ചോ. ഇനിയെങ്കിലും കാശൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. അനാഥ പിള്ളേരുടെ വയറ്റ് ചെല്ലുന്ന കാശാത്. എല്ലാവരും എന്നെ പോലെ ആയിരിക്കണമെന്നില്ല. കുന്നുമേൽ ശങ്കര, ഒരിക്കലേ കണ്ടിട്ടുള്ളെങ്കിലും എന്നെ നല്ല ഓർമ്മയുണ്ടല്ലോ. അന്ന് സമ്മതിച്ചല്ലേ നമ്മൾ ഒരു പാർട്ടിയാണെന്ന്. ഇനിയും അങ്ങനെ തന്നെ വേണം. അതാ നമുക്ക് രണ്ടുപേർക്ക് നല്ലത്. അപ്പോ വേണോ? അങ്ങനെ പോകാൻ വരട്ടെ. 2-3 ഡയലോഗ് അടിച്ചിട്ട് ഞങ്ങൾ ഉഷാക്കിട്ടൊക്കെ പോവല്ലേ? അടി അടിച്ചോണ്ടല്ല ആര് ശങ്കരവൻ. മുമ്പ് എന്റെ സിംഗിടിയായിരുന്നു. ഇപ്പൊ ഈ നിലയിലെത്താൻ കാരണം ഞാനാ. മോശം പോയിക്കോളൂ. നമുക്ക് നമ്മുടെ കാശ് കിട്ടിയില്ലേ, പിന്നെന്താ? കൂടുതലുണ്ടെങ്കിൽ വെച്ചോളൂ. കാശ് എണ്ണി നോക്കിയല്ലോ. എണ്ണി, പക്ഷേ 750 വരെ 800 ഉണ്ടല്ലോ. അതൊന്നും എന്റെ മിടുക്കല്ല. പ്രൈസ് ദ ലോർഡ്. അച്ഛനെന്താ ഈ ആലോചിക്കണത്? ആ കുഞ്ഞിന്റെ കാര്യമാ. കഷ്ടം അവൻ ആ കുട്ടിയോട് ചെയ്യുന്നത്. ശിശുക്ഷേമ സമിതിക്ക് പരാതി കൊടുത്താൽ എന്താന്ന്? അച്ഛോ, കറണ്ട് ബില്ല് അടയ്ക്കാൻ പോക്കറ്റിൽ വെച്ചിരുന്ന 800 പോയി. കറണ്ട് ബില്ല് അടയ്ക്കാൻ വെച്ച ഏത് 800? ഈ 800 ഇത് മോശം എന്ന കാശല്ലേ? അതെ, മോശം എന്ന കാശ്. അപ്പൊ കറണ്ട് ബില്ല് അടയ്ക്കാൻ വെച്ച കാശോ? ആ കാശല്ലേ ഇത്. അപ്പൊ മോശം എന്ന കാശ് ഏതാണ്? മോശം എന്ന കാശായി ഇത്. അപ്പൊ കറണ്ട് ബില്ല് അടയ്ക്കാൻ വെച്ച ആ കാശോ? കാശല്ലേ ഈ കാശ്. ഇത് മോശം എന്ന കാശാണ്. അച്ഛോ, നിർത്ത്. കറണ്ട് ബില്ല് അടയ്ക്കാൻ പോക്കറ്റിലിട്ടിരുന്ന കാശ് അവൻ അടിച്ചു മാറ്റി അച്ഛന് തന്നു. നമ്മളെ സമ്മതിക്കണല്ലേ? മോളെ ഒന്നും പറ്റിയില്ല? എനിക്കൊന്നും പറ്റിയില്ല. മോശം പറ്റിയോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. വാ വണ്ടി എടുത്താ. എന്താ നിങ്ങൾ എന്തിനാ എപ്പോഴും എന്റെ വണ്ടി തന്നെ വന്ന് മുട്ടുന്നത്? വേണ്ട, അതിനെ പറഞ്ഞോ. ഉള്ള കാര്യം പറയുന്നോണ്ട് എന്താ കുഴപ്പം? പെട്ടെന്ന് കാറ് കയറ്റി ആശുപത്രി കൊണ്ടുപോകാൻ നോക്ക്. ആശുപത്രി കൊണ്ടുപോയ കേസും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അത് കുഴപ്പമാവട്ടാ. അവനെന്റെ പപ്പാനെ കുത്തിവെക്കും. എന്നെ അടുത്തിരിക്കാൻ സമ്മതിക്കില്ല. വേണ്ട സാറേ. സാറേ ഇന്നാളെ ഒരു ദിവസം ആശുപത്രിയിൽ വെച്ച് എന്റെ മോളെ എന്റെ അടുത്തിരുത്ത സമ്മതിച്ചില്ല സാറേ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? എന്തിനാ സാറേ ഈ ചെറിയൊരു കാര്യം ഊതിയുറപ്പിച്ച് വലിയൊരു കേസാക്കണത്? ഞങ്ങൾക്ക് കേസ് പരാതിയൊന്നുമില്ല. ഞങ്ങൾക്ക് നിങ്ങൾ വാ, ആദ്യം എന്റെ വീട്ടിലേക്ക് പോവാം. ഡോക്ടറെ ഞാൻ അവിടെ വരുത്തിക്കോളാം. എന്നിട്ട് ഡോക്ടർ പറയണ പോലെ കേൾക്കാം. എന്താ വേദനിക്കുന്നുണ്ടോ? പിന്നില്ലാണ്ട്
എവിടെ? എവിടെയെന്നറിയില്ല, മൊത്തത്തിലൊരു ആ, വേദന അല്ലേ? ആ, ആ. ഇപ്പോഴോ? ആഹാ, ഇപ്പൊ സുഖം. ഇപ്പൊ സുഖമുണ്ടല്ലേ? ആ. ഈ കാലിനോ? ഇതിനും സുഖമുണ്ട്. ഓ ഡോക്ടറോ, എന്റെ ഈ സിസ്റ്റർ. കാല് നീട്ടി വെച്ചു. ആ, കാല് നീട്ടി വെച്ചു. ആ. വിഷമിക്കണ്ട, പുള്ളിക്കാരന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അന്നത്തെ ആക്സിഡന്റിന് പകരമായിട്ട് ഞാൻ ലഞ്ച് വാങ്ങി തന്നു. ഇന്നത്തേതിന് എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യും? ഞാൻ ടെസ്സി ഒന്ന് ചുറ്റിക്കറങ്ങാൻ കൊണ്ടോട്ടെ? എവിടെ? അമ്യൂസ്മെന്റ് പാർക്ക്, ഷോപ്പിംഗ്, സിനിമ, എല്ലായിടത്തും കൊണ്ടുപോവോ? തീർച്ചയായും. ഞാൻ നോക്കിയിട്ട് ഒടുവും ചതവും ഒന്നും കാണുന്നില്ല. എങ്കിലും അവിടെ വേദനിക്കുന്നു ഇവിടെ വേദനിക്കുന്നു ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ടെൻഷൻ കൊണ്ടായിരിക്കും. കുറെ നേരം റെസ്റ്റ് എടുക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. ഓക്കെ? താങ്ക് യു ഡോക്ടർ. ശരി. അപ്പാ, ഹായ്, ഹായ്, ഹായ്. കൊറേ നേരം ഇവിടെ കിടക്കാൻ ഡോക്ടർ പറഞ്ഞു. അയ്യേ, ഇവിടെയാ നാണക്കേട്. നമുക്ക് ഇവിടുന്ന് എങ്ങനെയും പോവാം. എന്താ എന്ത് പറ്റി? കിടന്നോളൂ കിടന്നോളൂ, എണീക്കണ്ട. ഹായ്. ഇപ്പൊ നല്ല സുഖമുണ്ട്. പോയാ? അയ്യോ, അനങ്ങണ്ട, കിടന്നോളൂ കേട്ടോ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അതേ കുളിക്കാനല്ല കുടിക്കാൻ. ദേ, ഓവറാക്കി നശിപ്പിക്കലേ, ചൊടിഞ്ഞാൻ. അവരെന്നെ എങ്ങാണ്ടൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുള്ളതാ. എവിടെ? എങ്ങാണ്ടൊക്കെയോ. ഓ, അതെന്താ പെട്ടെന്നൊരു സ്നേഹം? ആ, പിന്നെ മൂസ് വണ്ടി ഇടിച്ച് താഴെ വീണില്ലേ, എന്നിട്ട് അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നില്ലേ. മൂസാന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അവരുടെ മുഖം ഇങ്ങനെ വിടർന്നു വന്നു. പിന്നീട് അവർക്ക് ദേഷ്യം വന്നു. ഓ, മുഖം വിടർന്നു വന്നു. നീ വേണ്ടാത്തൊന്നും കാണാൻ നിൽക്കണ്ട. ഇനി അഥവാ കണ്ടാ തന്നെ എന്റെ അടുത്തൊന്നും എഴുന്നള്ളിക്കണ്ട. വിടർന്നു വന്നു. എങ്ങനെ ചിരിച്ചുണ്ടാ? ആ, അതിനെ ശ്രദ്ധിച്ചില്ല. പിന്നെ ഈ വീട്ടിൽ അവരും വേലക്കാരും മാത്രമേ ഉള്ളൂ. അതെന്താ, ഇനി തന്തേ തള്ളുന്നില്ലേ? ആരും കണ്ടില്ല. ഭർത്താവ് കാണുമായിരിക്കും. ആ, ഏതായാലും നീ പോയി ഒന്ന് നോക്കിട്ട് വാ. ചുറ്റി അടിച്ചിട്ട് വാ. അമ്മേ, എങ്ങനെ പോവല്ലേ? നമസ്കാരം.